ഹലോ ഓൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മളിപ്പം യൂട്യൂബിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒത്തിരി കാണാറുണ്ട്. അതായത് യൂട്യൂബിനെ എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, എങ്ങനെ ട്രിക്കുകളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി യൂട്യൂബേഴ്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിനൊക്കെ താഴെ ഇങ്ങനെ കാണാറുണ്ട്, നമ്മൾ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി കമൻസ് വരുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നത് വഴി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ ഒരുപാട്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെ കമൻസിൽ സബ്സ്ക്രൈബ് ചെയ്തു, തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തു, എന്നെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യൂ എന്ന് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടല്ലോ, അതായത് സബ്സ്ക്രൈബ്, സപ്പോർട്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വേർഡ്സിൽ നമ്മൾ മാക്സിമം കമൻസിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം, അതായത് അതിൻ്റെ ഉള്ളിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് കട്ടിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനൽസൊക്കെ നടത്തുന്നവർ എന്തൊക്കെ കമൻറ്റാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്, യൂട്യൂബ് അൽഗോരിതം പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് എന്നുള്ള വേർഡൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്, അത് ഒത്തിരി വട്ടം അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഗ്രോത്തിനെ പതുക്കെ അത് കുറയ്ക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വേർഡ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഒന്നിച്ച് മുന്നേറാമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മലയാളം വേർഡ്സോ അല്ലെങ്കിൽ ഇമോജീസൊക്കെ യൂസ് ചെയ്യുക. ചില വീഡിയോസിൽ കണ്ടു ഇങ്ങനെ ഇമോജീസ്, ഹാർട്ടിൻ്റെ ഇമോജീസോ അല്ലെങ്കിൽ ലൈക്കിൻ്റെ ഇമോജീസൊക്കെ അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അടിക്കുന്നത് വഴി പ്രോബ്ലംസ് ഇല്ലാതാവില്ല. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അതായത് ഞാൻ ഒരു സമയം ഇപ്പോൾ ഒരു 10 മണിക്ക് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതേ ചാനൽ തിരിച്ച് 10:05 ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ സ്പാമായിട്ട് പോവും. അതായത് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടായെങ്കിലും യൂട്യൂബ് അൽഗോരിതം അവരത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിൽ ആ ഒരു ചാനൽ ഉണ്ടാവത്തില്ല. അത് അവർ സ്പാം അടിച്ച് പോയിട്ടുണ്ടാവും. ഒരേ സമയം അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ച് അതേ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു 24 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തിരിച്ച് അതേ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ. ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് സ്പാം ലിസ്റ്റിൽ പെട്ടുപോകും. ഇനി സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ആ പ്രശ്നം വീണ്ടും ഇല്ലാതാവോ? ഇല്ല. നമ്മൾ ഏത് ചാനലിലാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനലിൽ കുറഞ്ഞത് ഒരു 3 ഷോർട്ട് വീഡിയോ എങ്കിലും കാണണം. ആ ഷോർട്ട് വീഡിയോനെ 10 സെക്കൻഡെങ്കിലും നമ്മൾ കാണണം, അല്ലെങ്കിൽ അതും സ്പാം അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരം സഹായിക്കുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക മാത്രമല്ല, ഇങ്ങനത്തെ നിബന്ധനകളും കൂടി ഉണ്ട്. അതും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനോ അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ ഒരു യൂസ് ഇല്ലാതെ പോകും. ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര വ്യൂസ് കയറുന്നു എന്നാണ്. നമ്മൾ അവർക്ക് വ്യൂ റേറ്റ് കൂട്ടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉപകാരം ഇല്ലാതെ പോകരുത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അൽഗോരിതം കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവണം. അതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആ ശ്രമം പാഴായി പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളായി സംഭവിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളിത് വീണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കാതെ അതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു നോട്ടപ്പുള്ളിയായിട്ട് കാണും, ഷാഡോ ബാൻ ഒക്കെ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഗ്രോത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിച്ച് മുന്നേറാം.